നമസ്കാരം. ഇറാനെതിരെയുള്ള യുദ്ധം ചെയ്യാൻ പോയി ട്രംപ് ഊരാക്കുടുക്കിലായോ? ആയി എന്നാണ് ഇറാനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. US പ്രസിഡന്റ് സ്ഥാനത്ത് ട്രംപിന്റെ കാലാവധി അവസാനിക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധം വലിച്ചു നീട്ടുമെന്ന് ഇറാന്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ പറയുമ്പോൾ ഇറാനെ ആക്രമിക്കുന്നതിന്റെ വില എന്താണ് എന്ന് US മനസ്സിലാക്കണമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ ജനറൽ മുഹമ്മദ് റേസ നഖ്മി പറയുകയാണ്. 2029 ജനുവരി 20-നാണ് പ്രസിഡന്റ് സ്ഥാനത്ത് ട്രംപിന്റെ കാലാവധി കഴിയുന്നത്. എത്രത്തോളം ഈ യുദ്ധം നീളുന്നോ അത്രയും പരിചയ സമ്പത്ത് ഞങ്ങൾക്കും ലഭിക്കും. എങ്ങനെ അമേരിക്കയെ നേരിടാമെന്നതിൽ പരിചയ സമ്പത്ത് നേടാനായ ഒരു യുദ്ധം ഇതിനു മുൻപ് ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ 5 മാസം കൊണ്ട് അത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾ പഠിച്ചു. ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയുടെ അടുത്ത സഹായി കൂടിയായ നഖ്ദി US മാധ്യമമായ ഈ PBSനോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. ഒരിക്കലും ഇറാനെ ആക്രമിക്കാൻ ശത്രുക്കൾ ധൈര്യപ്പെടാത്ത തരത്തിൽ മുന്നറിയിപ്പും ഞങ്ങൾ നൽകേണ്ടതുണ്ട്. എങ്കിലേ ഞങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാനാകും. അതിന് ഒരു മാർഗം അടുത്ത US പ്രസിഡന്റ് വരുന്നതുവരെ യുദ്ധം വലിച്ചു നീട്ടുക എന്നതാണ്. അതിലൂടെ ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാലുണ്ടാകുന്ന വില എന്ത് എന്ന് ബോധ്യപ്പെടുത്താനും കഴിയും. US ആണവായുധം ഉപയോഗിക്കുമോ എന്ന ചോദ്യത്തിന് അതവർ ചെയ്യുന്ന അബദ്ധമായിരിക്കുമെന്ന് നഖ്ദി മറുപടി നൽകിയിട്ടുണ്ട്. അവർ ആണവായുധം ഉപയോഗിക്കുന്നതിന്റെ തൊട്ടടുത്ത നിമിഷം ലോകത്തുള്ള അമേരിക്കയുടെ എല്ലാ സൈനിക കേന്ദ്രങ്ങളും പിടിച്ചെടുക്കപ്പെടും. 2ാം ലോക യുദ്ധകാലത്തേക്കാൾ രൂക്ഷമാകും ഇന്നത്തെ കാര്യമെന്ന് വ്യക്തമാകുന്നു. ലോക ജനത പ്രബുദ്ധരാണ്. അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ആരും അനുവദിക്കില്ല. കാരണം അടുത്തത് അവരായേക്കാമെന്ന് ലോകത്തിന് ബോധ്യമുണ്ട് എന്ന് വരികയാണ്. അതായത് അമേരിക്ക ആരെങ്കിലും പിന്തുണച്ചു കഴിഞ്ഞാൽ അവരെ ആയിരിക്കാം അമേരിക്ക ഇനി വരുന്ന കാലത്ത് ഇതേ മാർഗത്തിലൂടെ നശിപ്പിക്കാൻ പോവുക എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതേസമയം US-ന്റെ യുദ്ധക്കപ്പലായ USS എബ്രഹാം ലിങ്കണിലെ നാവികർ കടുത്ത ദുരിതത്തിലാണെന്ന് റിപ്പോർട്ട്. 9 മാസത്തോളമായി കടലിൽ കഴിയുന്ന യുദ്ധക്കപ്പലിലെ നാവികരുടെ മരണസംഖ്യ വർദ്ധിക്കുകയും ഏതാനും പേർ ജീവനെടുക്കുകയും ചെയ്തതായി ഇവരുടെ കുടുംബാംഗങ്ങളെ ഉദ്ധരിച്ച് മിലിറ്ററി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. 280 ദിവസം തുടർച്ചയായി കരയിലെത്താതെ കടലിൽ തുടർന്നെന്ന റെക്കോർഡിലാണ് USS എബ്രഹാം ലിങ്കൺ. 5000-ഓളം നാവികരും മറീനുകളുമാണ് കപ്പലിൽ ഉള്ളത്. നാവികരുടെ ദുരിത ജീവിതത്തെ ചൊല്ലി കഴിഞ്ഞ വ്യാഴാഴ്ച സാൻ ഡിയാഗോയിലെ ടൗൺ ഹാളിൽ ഇവരുടെ കുടുംബാംഗങ്ങളും നാവിക ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടെന്ന് ഈ സ്റ്റാർഡ് ആൻഡ് സർപ്രൈസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ രാവിലെ എഴുന്നേൽക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് തന്റെ ഭർത്താവ് സന്ദേശം അയച്ചതായി ഒരു സ്ത്രീ നേവി ആക്ടിംഗ് സെക്രട്ടറി ഹങ് ചൌവിനോട് പറയുന്നു. സൈന്യത്തിനോടുണ്ടായിരുന്ന വിശ്വാസം ഇല്ലാതാവുകയാണെന്നും മറ്റൊരു നാവികന്റെ കുടുംബാംഗങ്ങളും ആരോപിച്ചു. കപ്പലിലെ ജോലി തുടർച്ചയായി നീണ്ടുപോയതോടുകൂടി ഒരു നാവികൻ കപ്പലിന്റെ മുകളിൽ നിന്നും ചാടാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുകൾ. സമ്മർദ്ദത്തെ തുടർന്നാണ് നാവികർ അങ്ങനെ ചെയ്തതെന്നും ഇപ്പോൾ അദ്ദേഹത്തിന് തന്റെ കരിയറിനെ കുറിച്ചോർത്ത് ഭയമുണ്ടെന്നും നാവികന്റെ ഭാര്യ അന്നബെല്ല ലോമ പറയുന്നു. കപ്പലിൽ നിന്നും ചാടാൻ ശ്രമിച്ച ഒരു നാവികൻ തന്റെ ഭർത്താവാണ് രക്ഷിച്ചതെന്നും മറ്റൊരു നാവികന്റെ ഭാര്യയും വെളിപ്പെടുത്തി. നവംബർ 21-നാണ് USS എബ്രഹാം ലിങ്കൺ സാൻ ഡിയാഗോയിൽ നിന്ന് പുറപ്പെട്ടത്. പസഫിക്കിലേക്ക് പുറപ്പെട്ട കപ്പൽ ഇറാനുമായുള്ള യുദ്ധം തുടങ്ങിയതിനു ശേഷം പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. ശേഷം കഷ്ടിച്ച 2 മാസം മാത്രമാണ് നാവികർ കര കണ്ടത്. കപ്പലിലെ നാവികരുടെ ജോലി മെയ്യിൽ അവസാനിച്ചിരുന്നുവെങ്കിലും ഇത് പലതവണയായി നീട്ടുകയായിരുന്നു. US നാവികസേനയുടെ കരുത്തുറ്റ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിൽ നിന്നും സൈനികർ കടലിലേക്ക് ചാടാൻ ശ്രമിച്ചെന്ന റിപ്പോർട്ടുകൾ വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മാസങ്ങളോളമായി തുടരുന്ന കടൽവാസം, കഠിനമായ ജീവിത സാഹചര്യങ്ങളും വിദേശത്തെ യുദ്ധഭൂമിയിലെ അനിശ്ചിതത്വവും എല്ലാം ഇവരെ ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടത്. അമേരിക്കൻ നാവികസേനയുടെ വിഭാഗത്തിൽപ്പെട്ട ന്യൂക്ലിയർ പവേർഡ് വിമാനവാഹിനി കപ്പലാണ് USS എബ്രഹാം ലിങ്കൺ. ഏകദേശം 5000-ഓളം നാവികരും നാവിക വ്യോമസേനാംഗങ്ങളും ഇതിലുണ്ട്. അതീവ ആധുനിക യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ വഹിക്കുന്ന ഈ കപ്പലുകൾ ആകാശത്തെയോ കടലിലെയോ ഏത് ലക്ഷ്യത്തെയും തകർക്കാൻ ശേഷിയുള്ള ഒരു സഞ്ചരിക്കുന്ന എയർബസ് ആണ്. 2025 നവംബർ 21-നാണ് ഈ കപ്പൽ സാൻഡിയാഗോയിൽ നിന്ന് പസഫിക് മേഖലയിലെ സാധാരണ പര്യടനത്തിനായി പുറപ്പെട്ടത്. 2026 മെയ് മാസത്തോടുകൂടി ദൗത്യം പൂർത്തിയായി മടങ്ങേണ്ടതായിരുന്നു. പശ്ചിമേഷ്യയിൽ ഇറാനുമായി US-ഇസ്രായേൽ സംഘർഷം കടുക്കുകയും യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉടലെടുക്കുകയും ചെയ്തതോടുകൂടി കപ്പലിന്റെ സഞ്ചാരപാത മാറ്റി. ജനുവരി മുതൽ മിഡിൽ ഈസ്റ്റിൽ US സേനയുടെ പ്രധാന ആസ്ഥാനമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് ഈ വിമാനവാഹിനി. ഇറാന്റെ ഡ്രോണുകളെ വെടിവെച്ചിടാനും മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടി നൽകാനും മുൻനിരയിൽ നിൽക്കുന്നത് ലിങ്കണിലെ പടക്കപ്പലുകളും വിമാനങ്ങളുമാണ്. US നാവികസേനയുടെ വിമാനവാഹിനികളുടെ ഒരു സാധാരണ പര്യടനം
മാസങ്ങൾ എന്ന് പറയുന്നത് 180 എബ്രഹാം ലിങ്കണിലെ സൈനികർ ഇപ്പോൾ 9 മാസത്തിലധികമായി തുടർച്ചയായി കടലിലാണ്. മടക്കയാത്രയുടെ തീയതി പലതവണ മാറ്റി നിശ്ചയിച്ചു. എന്നാൽ തിരികെ നാട്ടിലേക്ക് പോകാൻ കഴിയുക എന്നതിനെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ലാത്ത അനിശ്ചിതത്വമാണ് നാവികരെ തളർത്തുന്നത്. കഴിഞ്ഞ 9 മാസത്തിനിടെ ഇവർക്ക് 2 ദിവസം മാത്രമാണ് കര തൊടാൻ കഴിഞ്ഞതത്രേ. മാത്രമല്ല, ഒന്ന് ഗുവാമിലും മറ്റൊന്ന് ഒമാനിൽ ഇന്ധനവും ഭക്ഷണവും നിറയ്ക്കാനായി നിർത്തിയപ്പോഴാണ്. US സേനയിലെ ഏറ്റവും കഠിനമായ കായിക മാനസിക പരിശീലനങ്ങൾ ലഭിക്കുന്നവരാണ് മറീനുകളും നാവികരും. എങ്കിലും നിലവിലെ പ്രതിസന്ധിയുടെ കാരണം പൂർണ്ണമായും വ്യക്തമല്ല. US കോൺഗ്രസ് അംഗങ്ങൾ പുറത്തുവിട്ട വിവരമനുസരിച്ച് കപ്പലിൽ ബാത്റൂമുകളിലും ഷവറുകളിലും പൂപ്പൽ കയറിയ അവസ്ഥയാണ്. ആഴ്ചകളോളം ചൂടുവെള്ളമോ അലക്കാനുള്ള സൗകര്യമോ ഇല്ല. ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഡിയോഡറന്റ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല. പലപ്പോഴും ഭക്ഷണവും ലിമിറ്റഡ് ആണത്രേ. ഇറാനിൽ നിന്നുള്ള മിസൈൽ, ഡ്രോൺ ഭീഷണികൾ കാരണം 24 മണിക്കൂറും ജാഗ്രതയിലാണ് കപ്പൽ. നിരന്തരമായ അലാറങ്ങളും യുദ്ധഭീതിയും ഉറക്കമില്ലായ്മയിലേക്ക് നയിക്കുന്നു. സുരക്ഷ കാരണങ്ങളാൽ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ലൈനുകൾ വിച്ഛേദിക്കുന്നതിനാൽ നാട്ടിലുള്ള ബന്ധുക്കളുമായും സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. കഠിനമായ ഏത് ദൗത്യം പൂർത്തിയാക്കാൻ സൈനികർക്ക് കഴിയുമെന്നാൽ എന്ന് അവസാനിക്കുമെന്ന് അറിയാത്ത അനിശ്ചിതത്വം മാനസിക നിലയെ ബാധിച്ചതാകാം എന്നാണ് സൂചന. അതേസമയം വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് സ്ഥാനമൊഴിയുന്നുവെന്ന് പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ട്രംപ്. കുടുംബത്തിനും കുട്ടികൾക്കുമൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനായാണ് 28-കാരിയായ കരോലിൻ ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്നതെന്ന് വ്യക്തമാക്കി. അതേസമയം വൈറ്റ് ഹൌസിന്റെ സീനിയർ ഉപദേശകയായി കരോലിൻ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. US പ്രസിഡന്റുമാരുടെ വക്താക്കളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് കരോലിൻ. ട്രംപിന്റെ നയങ്ങളെ അനുകൂലിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ ശക്തിയുക്തം വാദിച്ചും ഇടയ്ക്ക് മാധ്യമങ്ങളോട് തട്ടിക്കയറിയും വലിയ ശ്രദ്ധ നേടിയിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറിയും എന്റെ ഏറ്റവും വിശ്വസ്തയായ സഹായിയുമായ കരോലിൻ ലെവിറ്റ് ഈ മാസം അവസാനത്തോടുകൂടി സ്ഥാനം ഒഴിയുകയാണ്. കുടുംബത്തിനും തന്റെ കുഞ്ഞുമക്കൾക്കും ഒപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനായാണ് ഈ തീരുമാനം. എന്റെ ഉപദേശകയായും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ശക്തമായ ശബ്ദമായും കരോലിൻ തുടരും, ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞു. തനിക്ക് 2ാമത്തെ കുഞ്ഞു പിറന്നതായി മേയിൽ ലെവിറ്റ് അറിയിച്ചിരുന്നു. വൈറ്റ് ഹൌസ് മാധ്യമപ്രവർത്തകരുടെ വിരുന്നിനിടെ ട്രംപിനു നേരെ വധശ്രമം ഉണ്ടായതിനെ തുടർന്ന് പ്രസവ അവധി എടുക്കുന്നത് ലെവിറ്റ് വൈകിപ്പിച്ചതും വലിയ വാർത്തയായി. വൈറ്റ് ഹൌസ് പോഡിയത്തിൽ നിന്ന് US പ്രസിഡന്റിനു വേണ്ടി സംസാരിക്കാനുള്ള അവസരം നൽകിയതിൽ നന്ദിയുണ്ടെന്നും കരോലിൻ ലെവിറ്റ് പറഞ്ഞിരുന്നു.